കുടംപുളിയും തേങ്ങാക്കൊത്തും ഇട്ട് വെച്ച നല്ല കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്രാവ് കറി റെഡിയാക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള പച്ച സ്രാവാണ് കറി വെക്കുന്നത്. ഉണക്ക സ്രാവ് ഇതേ രീതിയിൽ തന്നെ കറി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കിലോയോളം സ്രാവുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ഉണ്ട്. ചട്ടിക്കകത്ത് കുറച്ച് കുടംപുളിയും ഒരു 5-6 കഷ്ണം കുടംപുളി, കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 പീസ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കറി തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുള്ള കറിയാണ്. തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിൻ്റെ ഉണക്ക സ്രാവിലും പച്ച സ്രാവിലും ഒക്കെ ചേർക്കും. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ഈ മുളകിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് സ്രാവ്. അതുപോലെ തന്നെ തെരണ്ടിയിലായാലും നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കറി വെക്കാവുന്നതാണ്. സ്രാവ് കറിക്കകത്ത് മസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മൂത്ത് വന്നപ്പോൾ തിളച്ച വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. അതിൽ ഞാൻ ഓൾറെഡി കറിവേപ്പിലയും പുളിയൊക്കെ പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് മൂടി വയ്ക്കാവുന്നതാണ്. പെട്ടെന്ന് തിളയ്ക്കും, ചൂട് മസാല ആയതുകൊണ്ട്. നമ്മുടെ മസാലയൊക്കെ തിളച്ചു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ച് 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട സ്രാവ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും നിർബന്ധമായിട്ട് സ്രാവ് കറി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ അപ്പോൾ ഈ കറി കൂട്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഊണും റെഡിയായി. കൂടെ തന്നെ ഇന്നത്തെ ഊണിന് സ്രാവ് കറിയാണ്. അടിപൊളി ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് സ്രാവ്. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് സ്രാവ് കറി നല്ലതാണ്. അപ്പോൾ ചോറും അതുപോലെ തന്നെ മുരിങ്ങയില തോരനും മീൻകറിയും, അതായത് സ്രാവ് കറിയും, നമുക്ക് സാമ്പാർ, പച്ചമോര്, ഇതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളും ഇതുപോലെ ഒരു കറി വെച്ച് നോക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.